ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ദുബൈയിലെത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഇന്ന് ഫ്രഷായിട്ട് തിരിച്ചു വന്ന് ഇപ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് ദുബൈയിലെത്തിയെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. വാതിലൊക്കെ പൂട്ടി. ഓക്കെ, അതുപോലെ നമ്മളിന്ന് ബസ്സിലാണ് പോകുന്നത്. അപ്പം ബസ് കാർഡൊന്ന് നമ്മളെ സുഹൃത്തിൻ്റെ അത് മേടിക്കണം. കാരണം എൻ്റെ അടുത്ത് ബസ് കാർഡില്ല അബുദാബീൻ്റെ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിൽ നമ്മളെ ബനിയാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3 രീതിയിൽ നമുക്ക് നമ്മുടെ അബുദാബി ബസ് സ്റ്റേഷനിൽ പോകാം. അവിടെ നിന്നാണ് നമുക്ക് ദുബായിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഒന്ന് നമുക്ക് പോകാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടുന്ന് ടാക്സി എടുത്ത് പോകാമെന്നുള്ള. പക്ഷേ ടാക്സി എടുത്ത് പോവുകയാണെങ്കിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 450 ദിർഹംസ് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ്റെ ഒരു 10,000 രൂപ. പിന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കള്ള ടാക്സിയാണ്. അതിന് ഏകദേശം ഒരു 80 ദിർഹംസ് ഉണ്ടാവും. അപ്പോൾ അത് വലിയ സേഫ്റ്റി അല്ല. കാരണം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർട്ടിയൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ഫൈൻ നമുക്കും കിട്ടും, മറ്റുള്ള അവർക്കും കിട്ടും. അതിന് 80 ദിർഹംസ്, ഏകദേശം ഇന്ത്യൻ്റെ 2000 രൂപ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബസ്സാണ്. ഓക്കെ, അതാണ് കുറച്ചും കൂടി സേഫ്റ്റി. അപ്പോൾ അതിന് ഏകദേശം ഒരു 40 ദിർഹംസ്, ഏകദേശം ഇന്ത്യൻ്റെ ഒരു 1000 രൂപ വരുള്ളൂ. ബസ് വഴിയാണ് നമ്മൾ ദുബൈയിലോട്ടേക്ക് പോകുന്നത്. ക്യാലേ ടീക്കേ അച്ഛേ ടീക്കേ മസേ. ഇവിടുന്ന് ഇവരൊക്കെ വിളിക്കും കേട്ടോ. ഇതൊക്കെ നമ്മളെ ദുബൈയിലോട്ടേക്ക് ടാക്സി പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്, കളർ ടാക്സിൻ്റെ ആൾക്കാർ അവരൊക്കെ. ഓക്കെ, അവരുടെ അടുത്ത് ഇപ്പം നമ്മൾ 80 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മുത്ത് ഇവിടെ ഉണ്ട്. മുത്ത് ഹബീബി ഒരിക്കൽ ബസ് കാർഡ് തരുമോ നിങ്ങളെ? അപ്പം നമ്മുടെ സുഹൃത്താണ് കേട്ടോ ഇത്. സുഹൃത്താണ്, മലയാളിയാണ്. നിങ്ങളെ പേര് പറ. അഷ്റഫ്. സ്ഥലടിയാ? നോക്കിടാ മുത്തേ ഹബീബ്, ഞാൻ വരുന്നേ. സുഹൃത്തുക്കളെ, ഇതാണ് കാർഡ് കേട്ടോ. ഏകദേശം 142 കിലോമീറ്ററിൽ കേട്ടോ നമ്മളെ ദുബൈയിലേക്ക് പോകാൻ 1.5 മണിക്കൂർ യാത്രയുണ്ട് ബസ്സിന് പോവുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ദർബി എന്ന് പറഞ്ഞുള്ളൊരു ആപ്പ് ഉണ്ട്. അത് നമ്മൾ മൊബൈലിൽ ആപ്പിൾ സ്റ്റോറും പ്ലേ സ്റ്റോറൊക്കെ ലഭിക്കും. അപ്പോൾ നമ്മൾ കാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ടൈം അതിൽ നമുക്ക് കാണിക്കും. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 6:45 ഉള്ളൂ. എനിക്ക് ബസ് 7:30 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ത് വെച്ചാൽ ചായ അടിക്കണം. ഓക്കെ, നല്ല ഇഡലിയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ മലപ്പുറത്ത് കയറാൻ. അപ്പോൾ അവിടെ പോയിട്ട് ചായ അടിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടർ യാത്ര ചെയ്യാം. അപ്പോൾ ഇത് ബനിയാസിലൊരു വലിയൊരു മാളാണ് കേട്ടോ, സൂക്കൽ അബായ. ഇതൊക്കെ മലയാളിയുടെ കടയാണ്. നമ്മളിപ്പോൾ UAE എന്നല്ലേ, എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മലയാളികളില്ലാത്ത ഒരു ഏരിയ ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഒരു ഷോപ്പൊക്കെ നമ്മുടെ മലയാളികളാണ്. അപ്പോൾ ഈ ഉള്ളോട്ടുള്ള ഷോപ്പുകളൊക്കെ അധികം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മലപ്പുറം ഏരിയ ഉണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാരുടെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കടത്തനാടൻ മേഖല പറയുകയാണെങ്കിൽ നമ്മുടെ വടകര, തലശ്ശേരി, കോഴിക്കോട് അവരൊക്കെ അധികം കച്ചവടം കാര്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദുബൈയിലാണ്, ടൗൺ ഏരിയയിലാണ്. അപ്പോൾ ഈ ഉള്ളോട്ടെല്ലാം അധികം നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഈ മലപ്പുറം അങ്ങോട്ടുള്ള ആൾക്കാരാണ്. ഇതാണ് ബനിയാസ് റെസ്റ്റോറൻറ്റ്. എന്താണ് ബോസ്, ഉഷാറല്ലേ? നിങ്ങള് മൊഞ്ചനല്ലേ? ഒന്നര മൊഞ്ചനല്ലേ? എന്താ മൊഞ്ചൻ? എന്താ ഇവിടെ? ഇഡലിയാണ്. ഇഡലിയും തോന്നേക്ക് ഒരു വടയും വെക്കും. അവിടുന്ന് സാപ്പാട് മുത്തേ സമയല്ലേ മുത്തേ, ഞാൻ തന്നെ സപ്ലൈ ചെയ്യാം. ഒന്ന് ദുബൈ പോണം. അപ്പം മുത്തുമണികളെ നല്ല ഇഡലി ഉണ്ട് കേട്ടോ, നാടൻ ഇഡലിയും വടയും, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. സാമ്പാർ നന്നായി ഒഴിച്ചിട്ട് നമുക്ക് അടിക്കാൻ. നമ്മൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഇപ്പം വീണ്ടും നമ്മൾ വന്ന ഒരു ഏരിയയിലേക്ക് പോകണം കേട്ടോ.
അപ്പോൾ എനിക്ക് ഫസ്റ്റ് നമ്മുടെ കാർഡ് ഉണ്ടല്ലോ, ഇവിടുത്തെ കാർഡ്, അതിൽ പൈസ ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. കാരണം അതിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഫൈൻ കിട്ടും കേട്ടോ. അപ്പം ആദ്യം അവിടെ നിന്ന് മിഷന്ന് കാർഡ് ചെക്ക് ചെയ്യണം പൈസ ഉണ്ടോയെന്നുള്ള, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മിഷന്ന് പൈസ കയറ്റണം. അപ്പം ഗൈസ് ഇതാണ് മിഷൻ കേട്ടോ. ഇതെന്ത് ചെയ്യാം, ഇതിൽ വെക്കുക. ഓക്കെ, നമ്മൾ ബാലൻസ് ചെക്ക് ചെയ്യാം. ഇതിൽ 12 ദിറംസ് ഉണ്ട്, പക്ഷേ ഇത് അവരെ പൈസ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, റീചാർജ്. അപ്പോൾ റീചാർജ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. റീചാർജ് ആഡ് ബാലൻസ്. അപ്പോൾ നമ്മൾ എത്ര പൈസ ഇടുന്ന വെച്ചാൽ പൈസ ഇവിടെ നമ്മൾ പ്രസ് ചെയ്യാം. 10 ദിറംസ്. ക്യാഷ് വിത്തൗട്ട് റെസിപ്റ്റ് ഉണ്ടാവും, ക്യാഷ് വിത്ത് റെസിപ്റ്റിൻ്റെ മേടി നമുക്ക് പ്രസ് ചെയ്യാം. ഇവിടെ പൈസ ഇടും കേട്ടോ. എന്നിട്ട് പൈസ പോയി. നമ്മളെന്ത് ചെയ്യും, കാർഡ് എടുക്കാൻ പാടില്ല. കാർഡ് എടുത്താൽ നമ്മുടെ പൈസ പോകും. ഇവിടെ പ്രോസസ്സിങ്ങിലാണുള്ളത്. 22 ദിറംസ്, 22, 24. 22 ദിറംസ്, 24 ഫിൽസ്. അപ്പോൾ ഒരു സൗണ്ട് വന്നില്ല, ബീപ്പ് സൗണ്ട് വന്നില്ല. അന്നേരം എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പൈസ വെറുതെ പോയി പോകും. ഇപ്പോൾ ഗേസ് നമ്മളെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സുകാർ കുറച്ച് മുമ്പോട്ട് പോയ സമയത്താണ് നമ്മുടെ ബസ്സിലെ യാത്രക്കാരുടെ കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കാർഡ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് കാർഡ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിൽ പൈസ വേണം. അപ്പം മിനിമം പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഫൈന് 210 ദിറംസ്, ഏകദേശം ഇന്ത്യയുടെ പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ നമുക്ക് ഫൈനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മളിവിടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ ഒരു കാർഡിൽ പൈസ ഉണ്ടോ എന്നുള്ള കറക്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 210 ദിറംസാണ് ഫൈനായിട്ട് ലഭിക്കുക. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ബസ്സിൽ എല്ലായിടത്തും കാർഡും ഉണ്ട്, പൈസയുണ്ട്. കാർഡിൽ പൈസയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും യാത്ര ചെയ്യാം, ഫൈനൊന്നും ലഭിക്കില്ല. അപ്പോൾ നമ്മൾ UAE വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, കാർഡ് കൈവശം വെക്കുക. അതിന് പുറമെ പൈസ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ അബുദാബി ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ബസ് സ്റ്റേഷനിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബസ്, അടിപൊളി സർവീസ്. അപ്പോൾ ഈ കാണുന്നതാണ് അബുദാബി മെയിൻ ബസ് ടെർമിനൽ. അപ്പോൾ ആ വശത്തേക്ക് നമുക്ക് പോകണം. അതിന് നമുക്ക് പോകാൻ പറ്റുക ഈ ഒരു ബ്രിഡ്ജുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് നമുക്ക് ആ ഒരു അബുദാബി മെയിൻ ബസ് ടെർമിനലിലേക്ക് പോകാൻ പറ്റും കേട്ടോ. നല്ല സൂപ്പർ ബ്രിഡ്ജൊക്കെ ഇവിടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അബുദാബി മെയിൻ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് വേണം നമുക്ക് നമ്മളെ ദുബായ് ബസ്സിലേക്ക് പോകാൻ. അപ്പോൾ നേരെ നമ്മൾ കയറി ചെല്ലുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു അബുദാബി പബ്ലിക് ബസ് നെറ്റ്വർക്കിൻ്റെ ഒരു ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ അബുദാബിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ബസ്സിൻ്റെ നമ്പറും കാര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള എല്ലാവിധ ചാർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു സൗകര്യമുള്ള ഒരു യാത്രക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വിശാലമായിട്ടുള്ളൊരു അകത്തള നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് യാത്രക്കാർ, പല ഭാഗത്തേക്കും പോകുന്ന യാത്രക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഈ ഒരു അബുദാബിയുടെ കാർഡ് നമ്മളെ കീശയിലേക്ക് തിരിച്ചു വെക്കുകയാണ്. കാരണം ഈ ഒരു കാർഡ് നമുക്ക് ഇനി ദുബൈയിലേക്ക് പോകാൻ പറ്റില്ല. ദുബൈയിലേക്ക് പോകണമെങ്കിൽ ഈ കാർഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കാർഡ്, ഈ സിൽവർ കാർഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ഗേറ്റ് നമ്പർ 2ൻ്റെ ഇടതുവശത്തായിട്ട് തന്നെ
ഒരു റീചാർജ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ റീചാർജ് ചെയ്യാണ്. അപ്പം 20 ദിർഹംസ് 40 ദിർഹംസാണ് ഞാൻ കയറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടലി നമ്മുടെ ഈ അബുദാബിയിൽ നിന്ന് ദുബൈയിലോട്ടേക്ക് പോകാനുള്ള ബസ് ചാർജ് എന്ന് പറഞ്ഞാൽ 25 ദിർഹംസാണ് കേട്ടോ. ഏകദേശം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു 550 രൂപ അത്രയേ നമുക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കാർഡ് നമ്മളിപ്പോൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 53 ദിർഹംസ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എൻ്റെ കാർഡിലുണ്ട്. അപ്പോൾ മാക്സിമം നമുക്കിതിൽ കയറ്റാൻ പറ്റുക 1000 ദിർഹംസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2-ാം നമ്പർ കവാടത്തിൽ കൂടി കടന്നു കഴിഞ്ഞാൽ നമുക്ക് ദുബൈയുടെ 2 ബസ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബസ് പോകുന്നത് ഇബ്ൻ ബത്തൂത്ത സ്റ്റേഷനിലേക്കാണ്. മറ്റൊരു ബസ് നമുക്കപ്പുറം കാണാൻ പറ്റും. ആ ഒരു ബസ് പോകുന്നത് അൽ ഗുബൈബ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഈ അൽ ഗുബൈബ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബർദുബൈ അവിടത്തേക്ക് പോകുന്ന ബസ്സാണിത്. അപ്പോൾ ഈ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ദേരയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് ഒരുപാട് യാത്രക്കാർ ഈ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യൂ ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ബസ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേരയിലേക്ക് പോകാൻ വീണ്ടും മെട്രോ സ്റ്റേഷൻ എടുത്തിട്ട് അൽറാസിലേക്കൊക്കെ പോകേണ്ടി വരും. അത് കുറച്ച് പ്രയാസമാവും. ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അബുദാബിയിൽ നിന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ദേര നെയ്ഫേരിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ഒരു ബസ് പോകണം കേട്ടോ. അപ്പം നമ്മളെപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ദേരയിലേക്ക് പെട്ടെന്ന് പോകേണ്ട ആൾക്കാർക്ക് പോകണമെങ്കിൽ ഈ ഒരു ബസ്സിൽ പോകട്ടോ. ഒരുപാട് യാത്രക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രക്കാരുടെ ലഗേജൊക്കെ വെക്കാനുള്ള സർവീസും കാര്യമൊക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂ ആണ്. പിന്നെ അങ്ങനെ നമ്മൾ ആ ഒരു കാർഡ് പഞ്ച് ചെയ്ത് അങ്ങനെ ഞാൻ ബസ്സിലേക്ക് കയറിയാണ്. ഒരുപാട് യാത്രക്കാർ ഈ ഒരു ബസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ ബസ് കയറി കേട്ടോ. ബസ് ഫുൾ തിരക്കാണ്. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ബസ് പോകുന്ന റൂട്ടൊക്കെ കാണിക്കും കേട്ടോ. ആ ഒരു റൂട്ട് മാപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് ഉണ്ട്. അതിന് പുറമെ വെള്ളം വെക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. 32 ബസ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ദുബൈയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് കള്ള ടാക്സിയും കാര്യമൊക്കെ കിട്ടും. പക്ഷേ ഏറ്റവും നല്ലത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ബസ്സാണ് കേട്ടോ. നമുക്ക് സേഫ്റ്റിയാണ്. പിന്നെ അതിന് പുറമെ നമുക്ക് പോകാൻ നല്ല സുഖമാണ്. ഒരു കുഴപ്പമില്ല. നല്ല കുഷനൊക്കെ ഉള്ള നല്ല കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഗൈസ് നമ്മൾ അൽ ഗുബൈബ ബസ് സ്റ്റേഷൻ കേട്ടോ, അതാണിത്. അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ, E100. ദേരയിലേക്ക് പോവാണ്. അപ്പം ദേരയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അബ്ര വഴി പോകണം കേട്ടോ. അടിപൊളി വെയിൽ കേട്ടോ, എന്താ വെയിലും ചിറ്റാ, സൂപ്പർ വെയിൽ. അങ്ങനെ ഏകദേശം നമ്മൾ 1 to 20 ബോളിവുഡ് ആ ഒരു സൂപ്പർ മാർക്കറ്റ്, ആ ഒരു മാർക്കറ്റിൻ്റെ അരിയത്തെത്തി കേട്ടോ. ആ ഡേ സ്റ്റാർ കാണുന്നില്ലേ, അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലൂടെ നമുക്ക് അക്കരയ്ക്ക് കിടക്കാൻ പറ്റും കേട്ടോ. അക്കര എന്ന് വെച്ചാൽ ദുബൈയിൽ ദേരയിലേക്ക് കിടക്കാൻ പറ്റും, നെയ്ഫ് ഏരിയയിലേക്ക്. ബോളിവുഡ് ഇത് 1 to 20 മാർക്കറ്റാണ് കേട്ടോ. ഓക്കെ, 1 ദിർഹംസ് മുതൽ 20 ദിർഹംസ് വരെ കിട്ടുന്നൊരു മാർക്കറ്റാണിത്. ഈ ഒരു ഗലിയിലൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് നമ്മൾ കയറേണ്ട സംഗതി ഞങ്ങൾ ഇതിനാ തൊട്ട് മുകളിൽ പ്രാവുകളുണ്ടാവും കേട്ടോ. പ്രാവുകൾ എന്ന് വെച്ചാൽ നല്ലോണം കാഷ്ടിച്ച് തരും. ഇപ്പോൾ ഏകദേശം ഇതായി ബറോഡ പള്ളീൻ്റെ അരിയത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷിയാക്കളൊരു പള്ളിയുണ്ട് അവിടെ കിടക്കുന്നത്, അത് കാണാൻ പറ്റും. അതെല്ലാം അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല, ഇതുവഴി ക്രോസ് ചെയ്തിട്ട് നമ്മളപ്പുറത്തേക്ക് കേട്ടോ. നല്ല ചൂടുണ്ട്, കാരണം ഇപ്പോൾ UAE ഇപ്പോൾ നല്ല ചൂടിൻ്റെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു സമയമാണിപ്പോൾ. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ, ഒക്കെ ജെൻസ് ഇവിടെയുള്ള കടകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇതാ ഗ്രാൻഡ് സൂക്ക് ബർദുബൈ അവിടെയുള്ളത്. ഇതൊക്കെ പഴയ സൂക്കാണ് കേട്ടോ, ഒരുപാട് കടകളൊക്കെ ഉള്ള ആണിത്. ഇതാണ് ബോട്ട്. ഈ ബോട്ടിൽ വേണം നമുക്ക് അക്കരയ്ക്ക് പോകാൻ. ഞാൻ ഈ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അവിടെ ഭയങ്കര വെയിൽ. സോറി ബൈ. നമ്മളിങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പം ബോട്ടിപ്പം പോകും. ഏകദേശം 10-20 ആൾക്കാരാണ് കേട്ടോ. അതാണ് ഏകദേശം 10-20 ആൾക്കാരായി കഴിഞ്ഞാൽ ബോട്ട് ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. 1 ദിർഹംസ് കൊടുത്താൽ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇക്കരയിൽ നിന്ന് മറുകരയിലേക്ക് പോകാൻ പറ്റും.
ഫൈനലി നമ്മൾ ഇക്കരെത്തിയിരിക്കുകയാണ്. ഇതിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ദിറംസ് ഉണ്ടെങ്കിൽ നമുക്ക് ബർദുബയിൽ നിന്ന് നമ്മുടെ മുർഷിദ് ബജാർ, ഓൾഡ് സൂക്ക്, ഗോൾഡ് സൂക്ക് അവിടത്തേക്ക് വരാം. ഇവിടുന്ന് എപ്പോൾ നമ്മൾ കയറിയേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും കയറി കേട്ടോ. കാരണം അവിടെ ഇപ്പോൾ റെഡ് അകത്തിരിക്കുന്നത്, പച്ച കത്താണ്ട് പോയിട്ടുണ്ടെങ്കിൽ, പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 410 ദിറംസ് നമ്മൾ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല ശരിക്കും നമ്മൾ കയറിയാണ്. കാരണം ഇവിടുത്തെ വാഹനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ നല്ല സ്പീഡിലാണ് പോവുക. കാരണം ഇവിടുത്തെ റോഡൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നല്ല റോഡുകളാണ്. അതുകൊണ്ട് തന്നെ വാഹനം നല്ല ഹൈ സ്പീഡിലായിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ശരിക്കും കയറി കേട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓൾഡ് ബൽദിയ മാർക്കറ്റ് ദുബായ് അഥവാ ഇറാനി സൂക്ക് എന്നൊക്കെ ഇതിന് പേര് പറയും. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ ഈ മാർക്കറ്റ് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മാർക്കറ്റ് കാണാനൊക്കെ. കാരണം A to Z ഐറ്റംസുകൾ നമുക്ക് ഈ ഒരു ഈ മാർക്കറ്റ് മുതൽ നമുക്ക് അങ്ങോളം കിട്ടും. ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. ശരിക്കും നമ്മുടെ ദുബായിയുടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ മുതലാണ്. കാരണം ഇതൊക്കെ പഴയ ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മുർഷിദ് ബജാറിലേക്കാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇറാനി മാർക്കറ്റ് എന്ന് പറയും. ആ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ സ്പൈസസിൻ്റെ കടകൾ, അതിന് പുറമെ ഈ സുവനീർ ഐറ്റംസ്, പിന്നെ അതിന് പുറമെ കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസൊക്കെ, അറബികളുടെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ പലതരത്തിലുള്ള പാത്രങ്ങൾ, പിന്നെ സ്പൈസസിൻ്റെ കുറേ കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുർഷിദ് ബജാർ അഥവാ ചൈനീസ് മാർക്കറ്റ്, പിന്നെ നമ്മൾ റെഡിമെയ്ഡ് മാർക്കറ്റ് എന്നൊക്കെ പറയും ഇതിന്. മുർഷിദ് ബജാർ എന്നാണ് ഇതിൻ്റെ പേര്, അറിയപ്പെടുന്ന ആ പേരിലാണ്. കൂടുതലും ഈ ഒരു മേഖലയിൽ നമുക്ക് ലഭിക്കുക റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ്. അത് വെസ്റ്റേൺ, ഇന്ത്യൻ, അറബിക്ക്, അങ്ങനെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് ഐറ്റംസ് നമുക്കിവിടെ ലഭിക്കും. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരപ്പട ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഇവിടെ കൂടുതലും ഈ ചൈനക്കാരാണ് കച്ചവടക്കാർ. പിന്നെ മലയാളികളും ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ചൈനക്കാരാണ് ശരിക്കും ഈ ഒരു മാർക്കറ്റ് നിയന്ത്രിച്ചു പോരുന്നത്. അത്ര കണ്ട് ചൈനക്കാർ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേഡീസ്, കിഡ്സ്, ജെൻസ്, പിന്നെ പലതരത്തിലുള്ള ലെഗിൻസ്, ഇന്നർ വെയർ ഐറ്റംസ്, അങ്ങനെ കണ്ട പല ഐറ്റംസുകളും ഈ ഒരു മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ദുബൈയുടെ പല ഭാഗത്തേക്കും, അതിനു പുറമെ സൗദി, ഖത്തർ, ഒമാൻ, കുവൈത്ത് എന്നീ കണ്ട മറ്റ് GCC കൺട്രീസിലേക്കൊക്കെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇത് നമ്മളൊരു സുഹൃത്താണ് കേട്ടോ, ഒരു പാകിസ്ഥാനിയാണ്. ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ലേഡീസ് ഐറ്റംസൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനക്കാരാണ് കൂടുതലും കച്ചവടക്കാർ. ചൈനക്കാർ ഏകദേശം 2000-ന് ശേഷമാണ് ഇവിടെ ഈ മാർക്കറ്റിൽ വന്നിട്ട് കച്ചവടം തുടങ്ങിയത്. അന്ന് മുതൽ ചൈനക്കാർ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ദുബൈ മാർക്കറ്റ് ശരിക്കും ഭൂമിപ്പാവുന്നത് അവർ വന്നതിന് ശേഷമാണ്. കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവരുടെ അടുത്ത് കിട്ടും. കാരണം അതേ ഐറ്റംസൊക്കെ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ മേടിച്ച് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ലാഭത്തിൽ കിട്ടില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റും. ആ ഒരു ഏതായാലും ഞാൻ ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. കാരണം ആ ഒരു ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബ്രാൻഡഡ് പെർഫ്യൂമൊക്കെ ഈ ഒരു ഭാഗത്ത് ലഭിക്കും. ഇതൊക്കെ വരുന്നത് നമ്മുടെ ഗോൾഡ് സൂക്കിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് ഗോൾഡ് സൂക്ക്. എവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക് പോകാൻ പറ്റും. നമ്മളിപ്പം പോകാൻ പോകുന്നത് ഈ ഒരു ഗല്ലിയിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ഐറ്റംസ് അല്ല, നമ്മൾ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ അറബികളൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മാക്സികൾ നമ്മൾ ഈ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ നമ്മളൊക്കെ തൂക്കിയതായിട്ട് കാണാൻ പറ്റും. പലതരത്തിൽ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള, എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള, സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഈ ഒരു ഐറ്റംസ്, ഇതൊക്കെ നമ്മളെ മലയാളികൾ, ഇന്ത്യക്കാരും അങ്ങനെ ഉപയോഗിക്കില്ല. കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ അറബികൾ, അതിന് പുറമെ
മറ്റുള്ള മൊറോക്കൻസ് അവരൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസാണ് ഈ ഒരു ഏരിയയിൽ വിൽപ്പന നടത്തുന്നത്. കൂടുതലും തുണികൾ കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും കച്ചവടക്കാർ എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനികളാണ്. അവരാണ് ഈ കൂടുതലും ഈ ഒരു കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഏകദേശം എത്തിയിരിക്കുന്നത് ബംഗാളി പള്ളിയുടെ അരികിലാണ് കേട്ടോ. അപ്പോൾ ഈ തൊട്ട് മുമ്പ് കാണുന്നതാണ് ബംഗാളി പള്ളി. ഇതിൻ്റെ തന്നെ തൊട്ട് സൈഡിലായിട്ട് മറ്റൊരു പള്ളി നമുക്ക് കാണാൻ പറ്റും. അത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. അപ്പോൾ ഈ വൈറ്റ് പെയിൻ്റ് അടിച്ച് റൈറ്റ് സൈഡ് കാണുന്ന ഇതുണ്ടല്ലോ, ഈ ബിൽഡിങ്, ഇതാണ് കുവൈത്തി മസ്ജിദ്. അപ്പോൾ ഇത് വളരെയധികം ഫേമസ് ആണ്. ഏകദേശം ആൾക്കാർക്കും ഈ ഒരു പള്ളീനെ പറ്റി ശരിക്കും ധാരണ ഉണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ നമുക്ക് ഒരുപാട് പാകിസ്ഥാനികളൊക്കെ ഇരിക്കുന്നതാണെന്നില്ലേ. ഇവരൊക്കെ ഇവിടുത്തെ കച്ചവടക്കാരും പിന്നെ അതിന് പുറമെ അമാലികളെന്ന് പറയുന്നത് ഈ ട്രോളിയൊക്കെ ഉന്തി കൊണ്ടുപോകുന്നില്ലേ സാധനങ്ങൾക്ക്, പോർട്ടന്മാർ, നമ്മുടെ നാട്ടിൽ പോർട്ടന്മാർ എന്ന് പറയും, ഇവിടെ അമാലി എന്ന് പറയും. അവരാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളിപ്പോൾ ആ ഒരു കുവൈത്തി മസ്ജിദ്, ബംഗാളി പള്ളീൻ്റെ മസ്ജിദിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഏകദേശം സബ്ക ഈ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് റീറ്റെയിൽ കച്ചവടക്കാരാണ്. ഇവിടെയൊക്കെ റീറ്റെയിൽ ഷോപ്പുകളാണ്. ഹോൾസെയിൽ ഷോപ്പൊക്കെ നമ്മൾ നേരത്തെ വന്ന വഴിക്കാണ്. ഇങ്ങോട്ടൊക്കെ കൂടുതലും ഈ റീറ്റെയിൽ ഷോപ്പ് നടത്തിപ്പോരുന്നത് നമ്മൾ മലയാളികളാണ്. ഓക്കെ, കൂടുതലും മലയാളി കച്ചവടക്കാരനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സബ്ക ആ ഒരു ഏരിയയിലാണ്. അപ്പം സബ്കേൻ്റെ ഏരിയയിൽ നിന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പഴയകാലത്തൊരു മാർക്കറ്റാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ സബ്ക നെയ്ഫ് ഏരിയ. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നാണ് കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കി. ഇപ്പം ഒരുപാട് ചാൻസുകളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ, ഉണ്ടാവാനും ചാൻസുകളുണ്ട്. അധ്വാനിക്കുന്നവനിക്ക് എന്നും ഒരു എന്താ പറയണ്ടേ, ഒരു സ്വർഗമാണ് ദുബൈ എന്ന് പറയുന്നത്. ദുബൈ ആരെയും അധ്വാനിക്കുന്നവന് ഒരിക്കലും കൈവിടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നെയ്ഫ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് നെയ്ഫ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇതൊരു പണ്ട് കാലത്തൊരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇത് അവരുടെ പഴയകാലത്തുള്ള ആ ഒരു പൈതൃകത്തിൽ തന്നെ, ആ ഒരു പഴയകാലത്തുള്ള ആ ഒരു ഓർമ്മയിൽ തന്നെ ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഒരു പഴയ ശൈലിയിലാണ് ഇവിടുത്തെ ഈ പോലീസ് സ്റ്റേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്കൊരു മസ്ജിദ് കാണാൻ പറ്റും. ഈ മസ്ജിദിൻ്റെ പേരാണ് സറൂണി മസ്ജിദ്. ഇതൊരു പഴയ കാലത്തൊരു പള്ളിയാണ്. ഇത് ഇപ്പോൾ അടുത്ത് പുതുക്കിപ്പണിതാണ് കേട്ടോ. ഏകദേശം പറയുകയാണെങ്കിൽ 2010 അതിനുശേഷം അങ്ങനെ പുതുക്കിപ്പണിതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സറൂണി മസ്ജിദ്, അതിന് പുറമെ നെയ്ഫ് പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നെയ്ഫ് സൂക്ക്. ഇതൊരു പഴയകാലത്തെ ഒരു സൂക്കാണ്. 40-45 വർഷം പഴക്കമുള്ളൊരു സൂക്കാണ്. ഇവിടെ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 70% കച്ചവടക്കാർ എന്ന് പറയുന്നത് മലയാളികളാണ്. ഇവിടെ A to Z സാധനങ്ങൾ നമുക്ക് കിട്ടും. മീൻസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ്, ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മാത്രം കിട്ടും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് അൽഗുറൈർ മസ്ജിദ് എന്ന് പറയുന്നത് ഒരു പഴയ കാലത്തൊരു പള്ളിയാണിത്. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നെയ്ഫ് സൂക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു അൽഗുറൈർ, അതിന് പുറമെ നെയ്ഫ് സൂക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സബ്ക ബസ് സ്റ്റേഷൻ, ആ ഒരു പരിസരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ റീറ്റെയിൽ കച്ചവടമാണ് കൂടുതലും നടക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മലയാളികളാണ് കൂടുതലും കച്ചവടക്കാർ, പിന്നെ പാകിസ്ഥാനികളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ദേരയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡുണ്ട്. നമ്മൾ പാകിസ്ഥാനിൻ്റെ ഹോട്ടൽ പാക്കിലിയാരിയിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നല്ല അടിപൊളി നല്ല പാകിസ്ഥാൻ മട്ടൻ ബിരിയാണി കഴിക്കാം. സൂപ്പറാണ് കേട്ടോ, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് പാക്കിലിയാരി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ദേരയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പാകിസ്ഥാനികളാണ് ഇത് നടത്തുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമുക്കിവിടെ ലഭിക്കും. പക്ഷെ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണി. വളരെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫസ്റ്റ് കുറച്ച് സലാഡൊക്കെ കിട്ടും. അതിൽ കുക്കമ്പർ, നമ്മളെ ഇറാനി ഓണിയൻ, വൈറ്റ് ഓണിയൻ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു ചുവപ്പ് ഒരു റോസ് ഓണിയൻ അതല്ല, വൈറ്റ് ഓണിയൻ, പിന്നെ ക്യാരറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാകിസ്ഥാനിലെ മട്ടൻ ബിരിയാണി കേട്ടോ.
നല്ല ലെങ്തി ആയിട്ടുള്ള റൈസാണ്. അരി നോക്കുന്നുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള റൈസാണ് നമ്മൾ ബസ്മതി റൈസ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കേട്ടോ. ഒരാൾക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും വയറെന്നറിയും, അത്രയും ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അവർ സെർവ് ചെയ്യുന്നതിന് ഒരു വലിയൊരു പാത്രത്തിലാണ്, നല്ലോണം പീസും ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ പാകിസ്ഥാനിലെ ബിരിയാണിയിൽ നിർബന്ധമായിട്ട് അവർ ഈ ഒരു പൊട്ടാറ്റോ ഇട്ടു. പിന്നെ അതിന് പുറമെ നമ്മുടെ പീസൊക്കെ നോക്കി നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസസാണ് നമുക്ക് ഈ ഒരു മട്ടൻ ബിരിയാണി ലഭിക്കുക. ഇതിൽ പീസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 മട്ടൻ്റെ വലിയ പീസുണ്ട്. പിന്നെ ഒരു പൊട്ടാറ്റോൻ്റെ പീസുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റൈത്ത എന്ന് പറയുന്ന ഒരു ഐറ്റംസ് കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ റൈത്ത എന്ന് പറയുന്നത് നമ്മളെ കേടില്ലേ, തൈര് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിൽ നമ്മളെ പുതിനച്ചപ്പ്, മല്ലിച്ചപ്പ്, അതിന് പുറമെ കുറച്ച് കസ്കസ്, അതിന് പുറമെ പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു വിഭവമാണ്. നല്ല ടേസ്റ്റബിളാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണിത്. വയറിന് നല്ലൊരു തണുപ്പൊക്കെ ലഭിക്കും. അപ്പോൾ നമ്മൾ ദേരയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് ഇത് കേട്ടോ. നമ്മളെ പാക്കിലരിയുള്ള മട്ടൻ ബിരിയാണി, അതിൻ്റെ കൂടെ ആ ഒരു റൈറ്റും അടിപൊളി കോമ്പിനേഷൻ. അപ്പം ടോട്ടൽ എനിക്കായിരിക്കുന്നത് വെച്ചാൽ 16 ദിറംസാണ് കേട്ടോ. ആ 16 ദിറംസിന് വർത്താണ്. നല്ല വയറ് നിറച്ച് നമുക്ക് കഴിക്കാനുണ്ടാവും. അടിപൊളി ബിരിയാണി കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അധികം മസാല കാര്യമൊന്നുമില്ല, ഒത്ത ഒരു മസാലയേ ഉള്ളൂ. പിന്നെ സാധാരണ നമ്മളെ നാട്ടിലെ മട്ടൻ ബിരിയാണി വെച്ചാൽ നല്ല നെയ്യൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം നെയ്യേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കഴിക്കാൻ സൂപ്പർ. ഇപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ആ ഒരു പാക്കിലിയാരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ വന്നിരിക്കുന്നത് സബ്കയിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ക ബസ് സ്റ്റേഷൻ. ഓക്കെ, തൊട്ട് മുമ്പ് കാണാൻ പറ്റുന്നതാണ് സബ്ക ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് പല സ്ഥലത്തേക്ക് നമുക്ക് ബസ് ലഭിക്കും. ഓക്കെ, അതാണ് ഈ ഒരു സബ്ക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരുപാട് ഹോൾസെയിൽ മാർക്കറ്റ് ഈ സബ്ക ബസ് സ്റ്റേഷൻ്റെ പിന്നിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ കോസ്മെറ്റിക്സ്, അതിന് പുറമെ പെർഫ്യൂം, പിന്നെ അങ്ങനത്തെ പലതരത്തിലുള്ള കടകളൊക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ സബ്ക ബസ് സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗത്ത് അതിൻ്റെ പിന്നിലോട്ടേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ പലതരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ ഹോൾസെയിലാണ് ഒക്കെ വിൽപ്പന നടത്തുന്നത്. പിന്നെ കേശുവിൻ്റെ ഷോറൂം, അതൊക്കെ ഹോൾസെയിലാണ് കേട്ടോ. കേശു വാച്ച്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ വിൽപ്പന നടത്തുന്ന കടകൾ. പിന്നെ പലതരത്തിലുള്ള ഓർണമെൻറ്റ്സ്, അതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ്, അങ്ങനെയുള്ള പല തരത്തിലുള്ള കടകൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നുമില്ല കേട്ടോ, വലിയ മാർക്കറ്റാണ്, ഒരുപാട് കാണിക്കാനുണ്ട്. ഞാൻ ഫുള്ള് കാണിച്ചില്ല. കാണിക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോ വലിയൊരു വീഡിയോ ആയിട്ട് മാറും. അത് മൊത്തം നമുക്ക് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അത്രയും ലെങ്തി ആയിപ്പോവും. അപ്പോൾ അത് നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും. എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ഓരോ മാർക്കറ്റിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്, പെർഫ്യൂമും കോസ്മെറ്റിക്സ്, ഇലക്ട്രോണിക്സ്, റെഡിമെയ്ഡൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ, നമ്മുടെ ദേരയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഒക്കെ ഹോൾസെയിലാണ്, ഹോൾസെയിൽ റേറ്റൊക്കെ കിട്ടും. അപ്പോൾ A to Z കാര്യങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുവരെയും ബൈ ബൈ.